ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു ഹെയർ ഓയിലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെയറിൽ തേക്കണം ഓയിൽ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് മൈലാഞ്ചിയുടെ ഇലയൊക്കെ ഒന്ന് പറിച്ചു കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയും പിന്നെ പേരയുടെ ഇല എന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന താരനും ഒക്കെ നന്നായിട്ട് പോകും കേട്ടോ. പിന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ മുട്ട് അതൊക്കെ ഇട്ടിട്ട് പിന്നെ കരിഞ്ചീരകമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കൽ. അപ്പോൾ നല്ലൊരു ഓയിലും കൂടിയാണ് കേട്ടോ. നല്ല നമ്മുടെ മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കൂടി പരിഹാരമാണ് കേട്ടോ ഈ ഒരു ഓയിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓയിലാണ് കേട്ടോ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറ്. നമ്മൾ മക്കൾസിനും ഒക്കെ നമ്മൾ ഈ ഒരു ഓയിലാണ് കേട്ടോ തേച്ച് കൊടുക്കൽ. അപ്പോൾ നല്ലൊരു മാറ്റമുണ്ട് കേട്ടോ ഈ ഒരു ഓയിൽ. അപ്പോൾ നമുക്ക് ഓയിൽ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ഓയിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചിലും താരനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ഓയിൽ. അപ്പോൾ നമുക്ക് ഓയിൽ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ പൊടിച്ച ഇലകളൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. കുറച്ച് പൊടികളും അതുകൊണ്ടൊക്കെ ഉണ്ടാവും. നമ്മൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മൈലാഞ്ചിയിലൊക്കെ ഒന്ന് ഊരി ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തുളസിയുടെ ഇല. അപ്പോൾ അത് ഞാനൊന്ന് എടുത്തു. അപ്പോൾ ഞാൻ അതിൽ ഫസ്റ്റ് കാണിക്കാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി എടുത്തു. നമ്മുടെ തുളസിയുടെ ഇല ഇതിലേക്ക് അങ്ങനെ പൊട്ടിച്ചിടുകയാണ് കേട്ടോ. തുളസിയുടെ ഇല ഇട്ട് കഴിഞ്ഞാൽ പേനൊക്കെ കുറയാനൊക്കെ നല്ല ഇതാണ് കേട്ടോ തുളസിയുടെ ഇല ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ പേൻ ശല്യം ഒക്കെ നന്നായിട്ട് പോകും തുളസിയുടെ ഇല ഇട്ടാൽ. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ സാധനമാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തി. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി ഒന്നും നമ്മൾ കഴുകിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി മുട്ടൊക്കെ നമ്മളൊന്ന് കഴുകിട്ടോ. അപ്പോൾ നമ്മുടെ ഓയിൽ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചിലവർക്കൊക്കെ ഇത് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നീരിറക്കമൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതിലേക്ക് കുരുമുളക് 2-3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എണ്ണയിലേക്ക് കുരുമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നീരിറക്കമൊന്നും ഉണ്ടാവാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി എണ്ണ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടോ. വെള്ളം ഇല്ലാതെ വേണം നമുക്ക് ചതച്ചെടുക്കാൻ. അപ്പം നമ്മൾ ചെമ്പരത്തിയുടെ പൂവും മുട്ടൊക്കെ അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ മൈലാഞ്ചിയുടെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ തുളസിയുടെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ പേരക്കയുടെ ഇലയും ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പം ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചതച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസിൽ ചട്ടി വെച്ചു കേട്ടോ. എണ്ണ കാച്ചാനുള്ള ചട്ടി വെച്ചു. അപ്പോൾ അത് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. തിളയ്ക്കണം കേട്ടോ. നന്നായിട്ട് ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഈ ചതച്ച് വെച്ചതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ചതച്ച് കൊടുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം നന്നായിട്ട് ആവട്ടെ. നമ്മളൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ ചതച്ച ഐറ്റംസ് ഒക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. ആ ഒരു പാകത്തിന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ റെഡി ആയി എന്നാണ് കേട്ടോ.
അപ്പോൾ ഇത് നന്നായിട്ട് മുറുകാനും പാടില്ല കേട്ടോ. എണ്ണ നന്നായി മുറുകിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തലവേദന ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒക്കെ ഒരു മീഡിയം ലെവലിലാണ് കേട്ടോ ഒക്കെ ഒന്ന് ചൂടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ അതൊന്ന് തിളച്ചൊന്ന് ആടട്ടെ. അപ്പോൾ നമ്മുടെ ഓയിൽ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം എണ്ണ മുറുകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് കണ്ടോ, ഓയിലിൻ്റെ കളറൊക്കെ കണ്ടോ നല്ല വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടൈമിലല്ല കേട്ടോ കരിഞ്ചീരകയുടെ ചിലവര് ഇങ്ങനെ ഇടും. ഞങ്ങളിങ്ങനെ ഇതൊക്കെ അരിച്ചെടുത്തതിന് ശേഷം പിന്നെ ചൂടോടെ അങ്ങനെ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ നമ്മളൊരു ബോട്ടിലാക്കിയിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിവിടെ ചെയ്യൽ കണ്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ പാകമായി. അപ്പോൾ നമുക്കിനി അത് ചൂടാറിയിട്ട് നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു വട്ടം നമ്മൾ അരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അത് നമ്മൾ രണ്ടാമത് അരിച്ചെടുക്കണം കേട്ടോ. ഓയിൽ കണ്ടോ, ഓയിലിൻ്റെ കളറ് തന്നെ കണ്ടോ നല്ലൊരു കളറായി കിട്ടി. നല്ല സ്മെല്ലുമാണ് കേട്ടോ. മാഷാ അല്ലാഹ് നല്ല സ്മെല്ലും ഉണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് അരിച്ചെടുത്തു. ഒരുവിധം ചൂടൊക്കെ ഉണ്ട് കേട്ടോ. ഈ ടൈമിലാണ് കേട്ടോ നമ്മൾ കരിഞ്ജീരകം അതിലേക്ക് ഇടാറ്. അപ്പം അങ്ങനെ കരിഞ്ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ അതങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് നമ്മളത് എടുത്തിട്ട് തേക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ കളറാണ് കേട്ടോ ഈ ഒരു കളറ്. നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് പാകമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഓയിലൊക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യൽ കേട്ടോ. അത് എല്ലാവർക്കും യൂസ് ആക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ബായ്.